ഈ വീഡിയോയിൽ ഡെറിവേഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഫോർമുല എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടി സിമ്പിളായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഫസ്റ്റ് 2x² + x - 6 = 0 ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്, ഡിവൈഡ് ഓൾ ടേംസ് ബൈ ദ കോഎഫിഷ്യൻറ്റ് ഓഫ് x². ഇവിടെ കോഎഫിഷ്യൻറ്റ് ഓഫ് x² എന്താണ്? 2. ഓക്കെ, അപ്പം ഈ ഇക്വേഷനിൽ എല്ലാ ടേംസിനെയും 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നമ്മളെ എയിം എന്താണ്? x² കോഎഫിഷ്യൻറ്റ് 1 ആക്കണം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് 2x² / 2 x/2 - 6/2 അല്ലേ? കട്ട് ചെയ്താൽ x² + x/2 - 6/2 is 3 = 0. ഓക്കെ, സോ ഇവിടുത്തെ ലീഡിങ് കോഎഫിഷ്യൻറ്റ് 1 ആയി. അതാണ് നമ്മൾ എയിം. സ്റ്റെപ്പ് 2, ഇക്വേഷൻ്റെ കോൺസ്റ്റൻറ്റ് ടേമിന് RHSലേക്ക് എടുക്കുക. ഇവിടെ എന്താണ് കോൺസ്റ്റൻറ്റ് ടേം? 3 അല്ലേ? -3. സോ x² + x/2 = 3. സ്റ്റെപ്പ് 3, കോഎഫിഷ്യൻറ്റ് ഓഫ് x നോക്കുക. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താണ്? 1/2. ഓക്കെ, നെക്സ്റ്റ് മൾട്ടിപ്ലൈ 1/2, അതായത് ഇതിൻ്റെ ഹാഫ് എടുക്കുക. 1/2 × 1/2 = 1 × 1 1/2 × 2 4. ഓക്കെ, നെക്സ്റ്റ് അതിനെ സ്ക്വയർ ചെയ്യുക. അതായത് 1/4² = 1² 1/4² 16. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്, LHSലും RHSലും ഈ നമ്പർ ആഡ് ചെയ്യുക. അതായത് x² + x/2 + 1/16 = 3 + 1/16. 3 ആണ്. സോ 3 + 1/16. സ്റ്റെപ്പ് 4, LHSനെയും RHSനെയും സോൾവ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ x² + x/2 + 1/16 ആണ് LHS. സോ ഇതിന് a² ആൻഡ് ലാസ്റ്റ് ടേമിന് b² എന്ന് കൊടുത്താൽ a² = x² എന്ന് കൊടുത്താൽ a = √(x²) ദാറ്റ് ഈസ് x അല്ലേ? b² = 1/16. സോ b = √(1/16) = √1 തന്നെ, √16 4. ഓക്കെ, നെക്സ്റ്റ് 2ab നോക്കുക. 2 × ഇവിടെ a = x × b = 1/4 = 2 സോ x/2. ഓക്കെ, മിഡിൽ ടേം x/2 ആണല്ലേ? സോ മിഡിൽ ടേം 2ab ഫോമുല ഉള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ a² + 2ab + b² എന്താണ്? a + b (2). സോ നമ്മൾ LHS a + b (2) ഫോമിലാണുള്ളത്. വിത്ത് a എന്താണ്? a = x + b = 1/4. സോ LHS x + 1/4 (2) ഫോമിലാണ്. ഓക്കെ, നെക്സ്റ്റ് RHS സോൾവ് ചെയ്യാം. RHS 3 + 1/16. സോ ഇവിടെ നമുക്ക് LCM എടുക്കാം. × 16 × 16 അല്ലേ? 3 × 16 48 + 1/16 = 49/16. ഓക്കെ, സോ സ്റ്റെപ്പ് 4 കഴിയുമ്പോൾ നമുക്ക് x + 1/4 (2) = 49/16 നമുക്ക് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ്, സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ x + 1/4 (2) = 49/16, which implies x + 1/4 is equal to ±√49/16 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ±√49 is 7/√16 4. ഓക്കെ, സോ നമുക്കിതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് x + 1/4 is equal to +7/4 x + 1/4 is equal to -7/4. x + 1/4 is equal to 7/4 ആണെങ്കിൽ x = 7 - 1/4. ഡിനോമിനേറ്റർ സെയിം ആണ്. സോ 7 - 1/4 ദാറ്റ് ഈസ് 6/4 is equal to 3/2. ഓക്കെ,
നെക്സ്റ്റ് ഇവിടെ എക്സ് പ്ലസ് 1/4 ഇസ് ഈക്വൽ ടു -7/4 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു -7 -1/4 ഈക്വൽ ടു -8/4 ഈക്വൽ ടു -2. സോ എക്സിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു 3/2 -2. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ഡിറൈവ് ചെയ്യാം. അതിന് സ്റ്റാൻഡേർഡ് ഫോം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം കൺസിഡർ ചെയ്യുക. ax² പ്ലസ് bx പ്ലസ് c ഇസ് ഈക്വൽ ടു 0. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡിവൈഡ് ഓൾ ടേംസ് ബൈ ദ കോഎഫിഷ്യൻ്റ് ഓഫ് x². ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് x² എന്താണ്? a. സോ എല്ലാ ടേമിനെയും a വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എയും എയും ക്യാൻസൽ ചെയ്താൽ x² ആയി. x² പ്ലസ് b/a x പ്ലസ് c/a ഈക്വൽ ടു 0 എന്നാക്കി. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ എയിം എന്താണ്? ലീഡിങ് കോഎഫിഷ്യൻ്റ് 1 ആക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 2, നമ്മളെ കോൺസ്റ്റൻറ്റ് നമ്മൾ RHSലേക്ക് എടുക്കണം. സോ ഇവിടെ കോൺസ്റ്റൻറ്റ് എന്താണ്? c/a. ഇതിനെ RHSലേക്ക് എടുക്കണം. ഇവിടെ കോൺസ്റ്റൻറ്റ് c/a. സോ പ്ലസ് c/a ബിക്കം മൈനസ് c/a. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് നോക്കുക. ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് b/a അല്ലേ? ഇതിൻ്റെ ഹാഫ് ഓർ 1/2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1/2 ഇൻറ്റു b/a ഇസ് ഈക്വൽ ടു b/2a അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇതിൻ്റെ സ്ക്വയർ എടുക്കുക. അതായത് b/2a സ്ക്വയർ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു b²/4 ഇൻറ്റു a². ഓക്കെ, 2a ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4a². ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? അത് ഈക്വേഷൻ്റെ LHSലും RHSലും ആഡ് ചെയ്യാം. സോ LHSൽ x² പ്ലസ് b/a x പ്ലസ് b² പ്ലസ് 4a² ആഡ് ചെയ്യുക. അതേപോലെ RHSൽ -c/a പ്ലസ് b² മൈനസ് 4a². ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? LHSനെയും RHSനെയും സെപ്പറേറ്റ്ലി സോൾവ് ചെയ്യണം അല്ലേ? സോ അതിനെ ഫസ്റ്റ് LHS നോക്കാം. x²ന് a²ഉം ലാസ്റ്റ് ടേമിന് b², അതായത് b²/4a²ന് b² എന്ന് എടുക്കുക. സോ a² ഈക്വൽ ടു x² എന്ന് എടുത്താൽ വിച്ച് ഇംപ്ലൈസ് a ഈക്വൽ ടു റൂട്ട് ഓഫ് x², ദാറ്റ് ഈസ് x അല്ലേ? സിമിലർലി b² ഇസ് ഈക്വൽ ടു b²/4a² എന്ന് എടുത്താൽ b ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് b²/4a². റൂട്ട് b² എന്ന് പറഞ്ഞാൽ b ഡിവൈഡ് ബൈ റൂട്ട് 4a² എന്ന് പറഞ്ഞാൽ 2 a. ഓക്കെ, നെക്സ്റ്റ് 2ab ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ 2 ഇൻറ്റു a ഈക്വൽ ടു x ഇൻറ്റു b ഇസ് ഈക്വൽ ടു b/2a. ക്യാൻസൽ ചെയ്താൽ b/a x. ഓക്കെ, b/a x എന്നാണ് കിട്ടുക. b/a x അല്ലേ? സോ ഇത് 2ab ആണ്. സോ a² പ്ലസ് 2ab പ്ലസ് b² ഫോമിലാണ് LHS ഉള്ളത്. അതായത് a പ്ലസ് b ഹോൾ സ്ക്വയർ ഫോമിൽ. സോ ഇവിടെ a ഈക്വൽ ടു x പ്ലസ് b ഈക്വൽ ടു b/2a ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മളുടെ LHS അല്ലേ? നെക്സ്റ്റ് നമുക്ക് RHSന് സോൾവ് ചെയ്യാം. RHS ഇസ് ഈക്വൽ ടു -c/a പ്ലസ് b²/4a². ഫസ്റ്റ് നമുക്ക് LCM എടുക്കാം. സോ ഇവിടെ LCM എന്താണ്? 4a² ആണ്. സോ ഇൻറ്റു 4a. സോ ഇവിടെയും ഇൻറ്റു 4a ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -4ac പ്ലസ് b² ഡിവൈഡ് ബൈ 4a² RHS അല്ലേ? സോ ഇതിന് നമുക്ക് b² മൈനസ് 4ac/4a² എന്ന് എഴുതാം. സോ LHS ഈക്വൽ ടു x പ്ലസ് b/2a ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. RHS ഇസ് ഈക്വൽ ടു b² മൈനസ് 4ac/4a² എന്ന് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ x പ്ലസ് b/2a ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു b² മൈനസ് 4ac/4a². സോ x പ്ലസ് b/2a ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് root of b² minus 4ac divided by 4a².
സോ എക്സ് ഈക്വൽ ടു ബി ബൈ ടു എനെ ആർ എച്ച് എസിലേക്ക് എടുത്താൽ മൈനസ് ബി ബൈ ടു എ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ റൂട്ട് 4a സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് 4 2a സ്ക്വയർ എ അല്ലേ 2a. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ബി മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഓക്കെ.